മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ 18-ാം വാർഡിൽ മത്സരിക്കുന്ന SFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റിനെ അച്ഛനെ INTUCയിൽ നിന്ന് പുറത്താക്കുകയും ജോലി നിഷേധിക്കുകയും ചെയ്ത സംഭവത്തിൽ പുൽപ്പള്ളിയിലെ മരം കയറ്റ് ഇറക്ക് തൊഴിലാളികൾ INTUC വിട്ട് CPIMലേക്ക്. ജോഷിലയാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ജോഷില, അവിടെ മകൻ SFIക്ക് വേണ്ടി ഇറങ്ങി, പിന്നീട് CPIMന്റെ സ്ഥാനാർത്ഥിയായി. അപ്പോൾ അച്ഛൻ ഇനി ജോലിക്ക് വരണ്ട എന്ന് INTUCക്കാർ അങ്ങ് തീരുമാനിച്ചു. വലിയ വിമർശനത്തിന് അത് കാരണമായി. കാരണം ഒരു കുടുംബത്തിൻ്റെ വരുമാനമാർഗം ഇല്ലാതാക്കുന്ന സമീപനം അവർ സ്വീകരിച്ചു. ഇതിപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ INTUC വിട്ട് CPIMലേക്ക് വരികയാണ്. തീർച്ചയായും ഷമി, നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത വാർത്തയാണ്. അതായത് മകൻ മത്സരിക്കുന്നു, വാർഡിൽ CPIMന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് കുടുംബത്തിൻ്റെ വരുമാനം പോലും ഇല്ലാതാക്കുക അല്ലെങ്കിൽ തൊഴിൽ നിഷേധിക്കുന്ന രീതിയിലേക്ക് പുൽപ്പള്ളിയിലെയും മുള്ളൻകൊല്ലിയിലെയും കോൺഗ്രസ് നേതൃത്വം മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. മുള്ളൻകൊല്ലിയിലെ SFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് മുള്ളൻകൊല്ലിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അച്ഛൻ INTUC പ്രവർത്തകനും, വർഷങ്ങളായി INTUC പ്രവർത്തകനും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകനുമാണ്. എന്നാൽ മകൻ SFIയിലേക്ക് മാറുകയും SFI പ്രവർത്തകനായി തീരുകയും SFIയുടെ ജില്ലാ നിരയിലേക്ക് വരികയും ചെയ്യുന്നതിൽ കോൺഗ്രസിനും അതുപോലെ തന്നെ INTUCക്കുമുള്ള പ്രതിഷേധം, അത് കുടുംബത്തോട് കാണിക്കുന്ന കാഴ്ചയാണ് നമുക്ക് പുൽപ്പള്ളിയിൽ കാണാൻ സാധിച്ചുള്ളത്. എന്നാൽ പുൽപ്പള്ളിയിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുൽപ്പള്ളിയിലെ മറ്റ് INTUC പ്രവർത്തകരടക്കം ഒരുപാട് പേർ CPIMലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് വിഷ്ണുവിനോട് ചോദിക്കാം. വിഷ്ണു, ഇവിടെ ഏത് വാർഡിലാണ് മത്സരിക്കുന്നത്? 18-ാം വാർഡ്, മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ 18-ാം വാർഡ് പട്ടാണക്കുപ്പിലാണ് മത്സരിക്കുന്നത്. മറ്റൊരു, അതായത് അച്ഛൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയത്തിലേക്കാണ് പ്രവേശിച്ചത് നേരത്തെ തന്നെ, അല്ലേ? അതിൽ വീട്ടുകാർക്ക് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല, ഇതുവരെ ആയിട്ട് ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. അച്ഛൻ്റെ രാഷ്ട്രീയമുണ്ട്, എനിക്ക് എൻ്റെ രാഷ്ട്രീയമുണ്ട്. അതിൽ പ്രവർത്തിക്കുന്ന ഇതുവരെ ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. നാട്ടുകാരല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായ നാട്ടുകാർ ഇപ്പോൾ എതിർപ്പുമായി മുന്നോട്ട് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? അത് നമ്മൾ വാർഡിൽ മത്സരിക്കാൻ വേണ്ടി തുടങ്ങിയ പട്ടാണിക്കുപ്പ് 18-ാം വാർഡ് മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ. അതിൽ അവർക്കുള്ളൊരു പ്രതിഷേധമായിട്ടായിരിക്കും എന്നെ മത്സരിപ്പിക്കാണ്ടിരിക്കാനുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് അച്ഛനെ ഭീഷണിപ്പെടുത്തുന്നതും ഇപ്പോൾ നിലവിൽ പണിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. നമുക്ക് വിഷ്ണുവിൻ്റെ അച്ഛൻ രാജൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെയാണ്, അതായത് മരം കയറ്റിറക്ക് തൊഴിലാളിയാണ്. അവിടേക്ക് രാവിലെ ജോലിക്കായി പോയപ്പോഴാണ് ഒരു ദിവസം രാവിലെ ഈ സംഭവം ഉണ്ടായത്. ഇനി മുതൽ പണിക്ക് വരണ്ട, ജോലിക്ക് വരണ്ട എന്ന് INTUC പ്രവർത്തകർ പറയുകയായിരുന്നു. നമുക്ക് രാജനോട് അന്നത്തെ ഒരു സംഭവം നമുക്ക് നേരിട്ട് ചോദിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ എടുത്ത ബൈറ്റ് പ്ലേ ചെയ്തതുമാണ്. എന്തായാലും രാജേട്ട, എന്താ സംഭവിച്ചത്? പ്രവർത്തകരൊക്കെ ഒഴിവാക്കിയോ? കുറച്ച് ആളുകളെ അങ്ങനെ ഒരു അത് അവരുടെ തെറ്റായ ഒരു തീരുമാനമാണെന്നാണ് എൻ്റെ വിശ്വാസം. INTUCയുടെ കാരണം എന്ന് വെച്ചാൽ ഞാൻ 22 വർഷമായിട്ട് ഞാൻ INTUCയിൽ പ്രവർത്തിക്കുന്നതാണ്. INTUCയിൽ ജോലി INTUCയിൽ മരം കയറ്റിറക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കോൺഗ്രസിൻ്റെ ഞാൻ സജീവ പ്രവർത്തനമായിരുന്നു. ഈ INTUCയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ സജീവമായിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രവർത്തിയിലും നടന്നുകൊണ്ടിരുന്ന ആ സമയത്താണ് ഇപ്പോൾ മകൻ ചെറുപ്പം മുതലേ, അവന് സ്കൂൾ കാലഘട്ടം മുതലേ അവൻ പിന്നെ SFIയുടെ പ്രവർത്തകനായിരുന്നു. SFIയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ വർഷം അവന് CPM അവന് ഒരു വാർഡിൽ മത്സരിക്കാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു. അന്നേരം അവൻ മത്സരിക്കാൻ എന്ന് എന്നോട് ചോദിച്ചു, മത്സരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, ഇതേപോലെ ഞാൻ പണിയെടുക്കുന്നില്ല, അന്നേരം നീ മത്സരിക്കണോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചിരുന്നു. പക്ഷേ അവൻ പറഞ്ഞു അത് കുഴപ്പമുണ്ടാവില്ല, വേറെ അങ്ങനെ ഒരു ഇതല്ലല്ലോ. അങ്ങനെ ഇവനെ ഞാൻ പറഞ്ഞു, എന്നാൽ നീ മത്സരിക്കുന്നുണ്ട്, മത്സരിച്ചോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് അറിഞ്ഞ എൻ്റെ പിന്നെ യൂണിയൻ നേതാക്കൾ എന്നോട് പറഞ്ഞു, മകൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ദോഷം വരും കേട്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അതെന്താണ് അങ്ങനെ ഒരു ദോഷം വരുന്നതിന് കാരണം ഉണ്ടല്ലോ. അന്നേരം പറഞ്ഞു, നിങ്ങൾ ഒരു യൂണിയനിൽ നിൽക്കുകയും മകൻ മറ്റൊരു പാർട്ടിയിൽ പോയി മത്സരിക്കുകയും ചെയ്താൽ ശരിയാണെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അതുകൊണ്ട് അതെങ്ങനെയാണ് അതൊരു ഇതാകുന്നത്? അങ്ങനെയാകുമ്പോൾ നമ്മൾ AK ആൻ്റണി സാറിനെ മാറ്റി നിർത്തണ്ടേ? AK ആൻ്റണി സാറിൻ്റെ മകൻ BJP പോയി മത്സരിച്ചു. K മുരളീധരൻ്റെ മകൻ പിന്നെ പെങ്ങൾ BJPയിൽ പോയി മത്സരിച്ചു. അത് ഒക്കെ അന്നേരം അവർക്കൊക്കെ ചെയ്യാമെങ്കിൽ എന്താണ് അത് എനിക്ക് മാത്രം ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നതിൽ ശരിയുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം പണിക്ക് വന്നപ്പോൾ ഇവർ പറഞ്ഞു, രാജൻ പണിക്ക് കയറണ്ട. ഞാൻ വാഹനത്തിൻ്റെ അടുത്തെത്തി, മരം കയറ്റാൻ വേണ്ടി ഞാൻ ഡ്രസ്സെല്ലാം മാറി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവർ പറയുന്നത് രാജൻ പണിക്ക് കയറണ്ട. ഞാൻ ചോദിച്ചാൽ അതെന്താണ് കാരണം?
കാരണമൊന്നുമില്ല, നിങ്ങൾ പിന്നെ പണിക്ക് കയറണ്ട, നിങ്ങളുടെ മകൻ അവിടെ മത്സരിക്കുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടെ മത്സരിക്കണം എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അന്നേരം അതുകൊണ്ട് നിങ്ങൾക്ക് പണിക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേതാവിനെ വിളിച്ചപ്പോഴും പുള്ളി പറഞ്ഞു മകൻ മത്സരിക്കുന്നുണ്ട്, അതുകൊണ്ട് മണീനെ പാമ്പന മണീനെ അയാൾ പറയുന്നു നിങ്ങൾ ഇവിടെ മകൻ പിന്നെ അവിടെ മത്സരിക്കുന്നുണ്ടല്ലോ, ഒന്നല്ലെങ്കിൽ നിങ്ങൾ അവനെ പിൻവലിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ പണിയിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞു. ഷമി, രാജേട്ടനെ അവർ ജോലിയിൽ നിന്നും പുറത്താക്കി എന്നുള്ളതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പേർ CPIഎമ്മിലേക്ക് വരികയാണ്. INTUC അതായത് കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണ്, തൊഴിലാളി സംഘടനയാണ് INTUC. അതിൽ നിന്നും പുറത്തേക്ക് വന്ന് CPIഎമ്മിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ മാറുകയാണ് അല്ലേ? എന്താ കാരണം എന്തായിരുന്നു? അതിൽ ഇദ്ദേഹത്തോട് ചെയ്തതിലുള്ള വേദന കൊണ്ടാണോ? എന്താ കാര്യം? മറ്റൊന്നുമല്ല, അദ്ദേഹത്തോട് കാണിച്ച അനീതിയാണ്. കാര്യം വെച്ചാൽ 22 കൊല്ലമായി ഈ മേഖലയെ തൊഴിൽ ചെയ്യുന്ന എൻ്റെ പേര് രഘു. 22 കൊല്ലമായി ഈ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. പിന്നെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോട് സങ്കടം പറയും. കാര്യം മകൻ ചെറുപ്പകാലം തൊട്ട് തന്നെ SFI പ്രവർത്തിച്ച കക്ഷിയായിരുന്നു. അപ്പോൾ ഒരു വീട്ടിലിപ്പം രണ്ടുപേർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ടാവും. INTUCന്റെ ഇപ്പോഴത്തെ ഒരു നിലപാടിനെ കുറിച്ച് എന്താ പറയുന്നത്? ശരിയാണോ രാജേന്ദ്രൻ ചെയ്തത്? ഇപ്പോൾ INTUC കാണിച്ചത് തീരെ തെറ്റായൊരു നിലപാടാണ് INTUC കാണിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ അന്നം പൊട്ടിക്കുന്ന ഒരു പരിപാടിയായി ഇപ്പോൾ ഇത് കാണിച്ചത്.